ഹലോ! ചക്ക ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? എന്നാൽ പിന്നെ നിങ്ങൾ ഈ ഭാഗത്തേക്ക് നോക്കണ്ട കേട്ടോ. ഇന്ന് നമ്മൾ ചക്ക പരിണാമം ചെയ്ത് ഒരു ചക്ക അടയാക്കാൻ പോവുകയാണേ. നല്ല വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മുടെ ചക്കയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ചക്ക നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വെന്ത് വരുമ്പോൾ നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് എത്ര മധുരം വേണോ അത്രയും മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് മധുരം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതൊന്ന് വേവട്ടെ. ചക്ക ഓൾറെഡി നന്നായിട്ട് ഉടഞ്ഞു പോയതുകൊണ്ട് ഇത് അധികം വേകാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് നല്ല ജീരകമാണ് കേട്ടോ. നല്ല ജീരകം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ എൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കും. എൻ്റെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. പിന്നെ ഞാൻ പൊടി ഇട്ടേക്കുന്നത് നമ്മുടെ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും കൂടി ഒരേ റേഷ്യോയിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് എത്ര വേണമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ സൗകര്യം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ പരിപാടി? ഇനി ഒന്നുമില്ല. ഇനി നമുക്ക് വാഴയിലെടുക്കാം. നമ്മുടെ കുറേശ്ശെയായിട്ട് നമ്മുടെ മാവ് എടുത്തിട്ട് അതിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പരത്തി ഇനി വാഴയില നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഈ നാട്ടിലൊന്നും ഇല്ലാത്തവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ സീസണൽ ഫ്രൂട്ട്സ് ആയിട്ടുള്ള നമ്മുടെ ഈ ചക്കയും മാങ്ങയൊക്കെ. അപ്പോൾ ഞാനിത് അവർക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ഈ ആവിച്ചെമ്പ് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ എവിടെയൊക്കെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചക്കയുടെ ഇഷ്ടമുള്ള എല്ലാ ലവേഴ്സിനും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.